നിങ്ങളെ കാത്തിരിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. കുറച്ച് വൈകിട്ടായിരിക്കാം ഇന്നും കിട്ടുന്നുണ്ടാവുക. രാവിലെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. പരിഹാരം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ബുക്ക് ചെയ്തവർക്ക്. അത് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് തരാൻ വൈകുന്നതിൻ്റെ കാരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രണയം മാത്രമാണ് നോക്കുന്നത് പ്രധാനമായിട്ടും. ബാക്കി 2-3 കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഹെൽത്ത്, കരിയർ, പൊതുവായ കാര്യങ്ങൾ. നിങ്ങളിവിടെ കാണാനിരിക്കുന്നവർക്ക് പോസിറ്റീവ് എനർജി തരണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ കാർഡുകൾ കിട്ടുന്നത് ഒരുപക്ഷെ നിങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പങ്കാളിക്ക് വേണ്ടിയായിരിക്കാം. ഞാൻ അത് തന്നെയാണ് പറയുക. അല്ലാതെ എനിക്ക് വ്യൂ കൂട്ടാനോ നിങ്ങളെ സന്തോഷിപ്പിക്കാനോ ഇവിടെ കാണുന്നതിൻ്റെ വിപരീതം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അനുഭവം അതാണ്. അത് മറച്ചു വെച്ച് വെറുതെ നിങ്ങളെ ഇങ്ങനെ മോഹിപ്പിച്ച് മാരീച്ചൻ്റെ പോലെ പുറകെ നടത്തിക്കുക എന്നുള്ള ഉദ്ദേശമില്ലാത്തത് കൊണ്ടാണ് സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ കാണുന്ന കാർഡുകളുടെ അർത്ഥം തന്നെ പറയുന്നത്. ഇതെല്ലാവരുടെയും കാര്യമായിരിക്കില്ല, നിങ്ങളുടെ മാത്രം കാര്യമായിട്ട് എടുക്കാതിരിക്കുക. പല കാർഡുകളും എടുക്കുന്നുണ്ട്, അതിൽ നല്ല നല്ല മെസ്സേജുകളും വരുന്നുണ്ട്, അത് മാത്രം എടുക്കുക. ഇവിടെ ജാതി, മതം, ബന്ധം ഇതൊന്നും ചോദിക്കുന്നില്ല. നിങ്ങൾ ഒരാളെ കാത്തിരിക്കുന്നുണ്ടോ, അവരുടെ കാര്യം ഞാനിവിടെ കിട്ടിയത് അതേപോലെ പറയും. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഇനി മറ്റ് മെസ്സേജുകളിൽ നിന്നെങ്കിലും നിങ്ങൾക്കൊരു മെസ്സേജ് ഉണ്ടാവുമെന്ന് വിചാരിക്കുക. സ്വന്തം കാര്യം അറിയാനാണ് നമ്പറോടെ കൊടുക്കുന്നത്. വാട്സപ്പിൽ വന്നാൽ പരിഹാരം കൂടി ചെയ്തു തരുന്നുണ്ട്. മെമ്പർഷിപ്പ് എടുത്തവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോവാം. ശുഭമായ കാര്യങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. 8 കപ്പാണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത്. കുറച്ച് സാഡായിട്ടായിരിക്കില്ലേ ഇന്നത്തെ റീഡിങ് കിട്ടുക. ഇനിയാണെങ്കിൽ ഹെരഫൻ്റാണ് വന്നിരിക്കുന്നത്. പങ്കാളി കള്ളത്തരം കാണിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഡെത്താണ് വന്നിരിക്കുന്നത്. എൻഡായിട്ടുണ്ട്, ബ്രേക്കപ്പ് സിറ്റുവേഷനാണ്. എന്നാൽ നിങ്ങൾ നന്നായി പ്രണയിച്ചു, അവരും പ്രണയിച്ചിട്ടുണ്ടാവാം. ഏസ് ഓഫ് കപ്പ്, അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. ന്യൂ ബിഗിനിങ് ആണ്. ഗോഡ് ഓഫ് അണ്ടർവേൾഡാണ് വന്നിരിക്കുന്നത്, പാതാള ലോകത്തിൻ്റെ ദൈവം. ഇനി 5 ഫിംഗറാണ് വന്നിരിക്കുന്നത്. പഞ്ചമൂലകങ്ങൾ വന്നു, ഇറോസും സൈക്കും വന്നു. ഇത് 2 എസ് ആണ് തന്നിരിക്കുന്നത്. 2 കപ്പ് വന്നു, 5 കപ്പ് വന്നു. കപ്പ് എനർജിയാണല്ലോ കൂടുതൽ. ഇനി പേജ് ഓഫ് പെൻഡക്കൾ വന്നു. അവസാനം പറയുന്നു ഹെർമിസ് കുറച്ച് സന്തോഷം തരാൻ വരുന്നു എന്ന്. ഗോഡ് ഓഫ് ഹെവൻസ് ആൻഡ് സ്റ്റോംസ്, ഗോഡ് ഓഫ് സീ, ഇതൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ള പ്ലാനറ്റുകൾ. നക്ഷത്രം വന്നിരിക്കുന്നത് ധനിഷ്ഠ, യാമ്യം, പുനർവസു, പുഷ്യ, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അത്തം, ചിത്തിര, ചോതി. 8, 5 ഇത് 2 തവണയാണ് വന്നിരിക്കുന്നത്. 2 വന്നിട്ടുണ്ട്, 6 വന്നിട്ടുണ്ട്, 1 വന്നിട്ടുണ്ട്, 13 വന്നിട്ടുണ്ട്, 10 വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്പറുകൾ. നിങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കുക. ആദ്യം വന്നിരിക്കുന്നത് ഓവറോൾ എനർജി ആയിട്ടുള്ള നാളുകളാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഷയിൽ പറഞ്ഞത്. ഒരാളെ ബാധിക്കുന്നതല്ല, അതിൻ്റെ എനർജി മൊത്തം കാർഡുകളിൽ നിൽക്കുന്നുണ്ട്. ചിലർ കമൻറ്റിലൂടെ സംശയം ചോദിച്ചിരുന്നു, ഈ പറയുന്നവർക്ക് മാത്രമാണ് ബാധകമെന്ന്. ഒരിക്കലുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ബാധകമാണ് ഈ റീഡിങ്. നമുക്ക് ആദ്യത്തെ കാർഡായ 8 കപ്പിലേക്ക് പോവാം. നീഡിങ് ദ കറേജ് ടു ലീവ് സംതിങ്, എന്തോ ഒന്ന് ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് ധൈര്യം വേണമെന്നാണ് അവിടെ പറയുന്നത്. ദാറ്റ് ഈസ് ഓക്കെ ബട്ട് നോട്ട് റൈറ്റ് ഫോർ യു. ഒരുപക്ഷെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു ബന്ധം ഓക്കെ അല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്കത് ശരിയാണെന്ന് തോന്നി അതിൻ്റെ പുറകെ നിങ്ങൾ പോവുകയാണ്. പക്ഷേ അത് ഉപേക്ഷിക്കേണ്ട ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഉപേക്ഷിക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് ഓക്കെ ആയിട്ട് പോകുന്നവരും ഉണ്ടാവാം. ഒരു ബന്ധത്തിൽ നിങ്ങൾ പോയി പെട്ടു, അവർ നിങ്ങളുമായി അടുത്തു, അവർ യഥാർത്ഥത്തിലാവില്ല നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാവുക. ഞാൻ പറയുന്ന പോലെ ലുഡസായിരിക്കുക, കളിയായ അല്ലെങ്കിൽ ഒരു നേരം പോക്കായ ഒരു വെറും ഫ്ലാറ്റിംഗ് ആയ ഒരു പ്രണയമായിരിക്കാം. എന്നാൽ നിങ്ങൾക്കത് ഉപേക്ഷിക്കാൻ വയ്യ, അത് ചിന്തിക്കാൻ പോലും വയ്യ. ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയുമായിരിക്കാം ഇതെനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല, എനിക്ക് കിട്ടില്ല എന്നറിയുമായിരിക്കാം, ഇത് ശരിയല്ല എന്നൊക്കെ തോന്നുന്നുണ്ടാവുമായിരിക്കാം. എന്നാൽ നിങ്ങളുടെ മനസ്സിനെ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം ബന്ധങ്ങളിൽ നിന്ന് നിങ്ങളൊന്ന് മാറി നിൽക്കൂ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത ബന്ധങ്ങളെ വിട്ടുപോകാൻ നിങ്ങൾക്ക് മനസ്സിന് ധൈര്യം വേണം എന്നാണ് ഇവിടെ പറയുന്നത്. കുറച്ച് ധൈര്യം സംഭരിച്ചോ എന്ന് പറയുന്നില്ലേ, അതിനാണ് ഞാൻ ഈ ഗോഡ് ഏതാണെന്ന് പറയാൻ കാരണം. ഇവിടെ നിൽക്കുന്ന പ്ലാനറ്റ് കൊടുങ്കാറ്റുകളുടെയും സ്വർഗത്തിൻ്റെയും ദൈവം എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടും കൂടി ചേർച്ചയുണ്ടോ? സ്വർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലത് മാത്രം തരുന്ന നമ്മുടെ സ്വപ്നങ്ങൾ ആണ് സ്വർഗം എന്ന് നമ്മൾ വിചാരിക്കുന്നത്. അതിലൊരു കൊടുങ്കാറ്റ് വന്നാലോ? അപ്പോൾ നമുക്ക് വിപരീതമായ കാര്യങ്ങൾ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്, അത് നമ്മളെ തന്നെ ഇല്ലാതാക്കാൻ പ്രാപ്തമായതാണ്
എന്നൊരു സൂചന ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി ഗോഡ് ഓഫ് അണ്ടർവേൾഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അണ്ടർവേൾഡ് എന്ന് പറഞ്ഞാൽ പാതാള ലോകം. പാതാള ലോകം നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുമോ? എന്നാൽ അവിടെ എന്താ നടക്കുന്നത്? പാതാളത്തിൻ്റെ ദേവൻ ആരാണ്? യമനാണ്. മരണമാണ് നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് കണ്ണിന് കാണാത്ത എന്തൊക്കെ കാര്യങ്ങൾ, നമ്മൾക്ക് ദൃഷ്ടിഗോചരമല്ലാത്ത കാര്യങ്ങൾ നമുക്ക് പുറകിലുണ്ട് എന്നുള്ളതാണ് ഈ ഗോഡ് ഓഫ് അണ്ടർവേൾഡ് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ, മറ്റൊരു രീതിയിലാണ് എന്ന് പറയുന്നതാണ്. നിങ്ങളുടെ കണ്ണിന് മുന്നിൽ നടക്കാത്തത് പലതും നിങ്ങൾ കാണാതെ നടക്കുന്നുണ്ടാവാം. അണ്ടർവേൾഡ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അംഗീകരിക്കപ്പെടാത്ത എന്തോ കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. അത് ഈ പങ്കാളിയിലൂടെ മാത്രമാവണമെന്നില്ല. നിങ്ങളുടെ ബന്ധത്തിനെക്കുറിച്ച് മറ്റൊരാൾ ഒരു ഇടങ്ങേറുണ്ടാക്കുന്നതും നിങ്ങൾ അറിയാതെ നടക്കുന്നുണ്ടാവുമ്പോൾ, സ്പൈ വർക്കൊക്കെ നടക്കുമ്പോഴാണ് ഇത്തരം ഗോഡുകൾ അല്ലെങ്കിൽ ഇത്തരം പ്ലാനറ്റുകൾ ഇവിടെ വരുന്നത്. അവരൊരു പങ്കാളിയുള്ള ആളാണ്. പങ്കാളി നിങ്ങൾക്കൊരു സ്പൈ വർക്ക് നടത്തുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുക ഒന്നും വേണ്ട, ഒരു ബ്ലാക്ക് മാജിക്ക് ചെയ്താൽ നിങ്ങൾ അറിയുമോ? നിങ്ങൾ വേർപിരിയണം എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ ഒരാൾ മരിക്കണം എന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ അറിയൂ. ഇനി അല്ല, വീട്ടുകാരാണ് എതിരാളികൾ, നിങ്ങൾ 2 ജാതി 2 മതമാണ്, സ്ത്രീക്ക് പുരുഷനേക്കാൾ പ്രായം കൂടുതലാണ്, സ്ത്രീ വിവാഹിതയും കുട്ടിയുള്ള ആളുമാണ്, പുരുഷൻ അവിവാഹിതനാണ്, മാർസും വീനസും പോലുള്ള ബന്ധങ്ങളാണ്, സാമ്പത്തിക ഏറ്റക്കുറച്ചിലുകളാണ്, ജോലി ഏറ്റക്കുറച്ചിലുകളാണ്, ഇനി സംസ്കാരം വേറെ വേറെയാണ്, ഇനി സ്റ്റാറ്റസ് 2 2 കുടുംബങ്ങൾക്ക്. ഇതൊക്കെ ഉണ്ടാവാമല്ലോ. പ്രണയിക്കുമ്പോൾ ഇതൊന്നും അറിയില്ലല്ലോ. ഒരു പുരുഷനും സ്ത്രീയും മനസ്സുകളോ ശരീരങ്ങളോ അടുക്കുന്നു, അതല്ലല്ലോ. അതിന് ചുറ്റും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ സൂചിപ്പിക്കാനാണ് ഞാൻ ഈ കാർഡുകളിൽ വന്നിട്ടുള്ള പ്ലാനറ്റുകളുടെ എനർജി പറയാൻ കാരണം. അപ്പോൾ നിങ്ങൾ അറിയാതെ എന്തൊക്കെയാണ് നടക്കുക. നിങ്ങൾക്ക് കുറച്ച് ധൈര്യം വേണം ഈ ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കാൻ. നിങ്ങൾ ഓക്കെ ആയിട്ട് പോകുന്നത് ഓക്കെ അല്ല, ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. റിലേഷൻഷിപ്പ് അപ്പിയേഴ്സ് സ്റ്റേബിൾ. ഈ ബന്ധം സുസ്ഥിരമാണ്, നല്ലതാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അടിത്തറയുള്ള ബന്ധമാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നു. യു നോ സംതിങ് എസെൻഷ്യലി ഈസ് മിസ്സിങ്. പുറമേക്ക് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുക അല്ലെങ്കിൽ നിങ്ങൾ അഭിനയിക്കുക ചെയ്യുന്നുണ്ടെങ്കിലും കാതലായ എന്തോ ഒന്ന് മിസ്സിങ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമെന്നാണ് കാർഡ് പറയുന്നത്. അറിയുമോ? നിങ്ങൾ സ്നേഹിക്കുന്ന അത്രയും ആ വ്യക്തി സ്നേഹിക്കുന്നില്ല. എന്തോ ഒരു കുറവുണ്ട്. ഇതിൻ്റെ കാതലായ വശം ഞാൻ വിചാരിക്കുന്നത് പോലെയല്ല. അത്യാവശ്യമായ എന്തോ ഒന്ന് ഞങ്ങളുടെ ബന്ധത്തിലില്ല. ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ആ കാതലായ വശം എന്ന് പറയുന്നത് അത്യാവശ്യമായി എന്തോ നഷ്ടമായി എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരുന്നു. ഇമോഷണൽ വിത്ഡ്രാവൽ എന്നാണ് ഇവിടെ പറയുന്നത്. വൈകാരികമായ പിൻവലിക്കൽ. അപ്പോൾ മാനസികമായിട്ട് അയാൾക്കിപ്പോൾ നിങ്ങളോട് അടുപ്പമില്ല എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. അത് പിൻവാങ്ങിയിരിക്കുന്നു. ഇനി കാട്ടിക്കൂട്ടലുകളാണ്. വിളിക്കുന്നുണ്ടാവും, മെസ്സേജിൻ്റെ ഒരു മറുപടി തരുന്നുണ്ടാവും. അതൊക്കെ ഒരു ഡ്രാമയാണ്. റിയലൈസിങ് യു ഹാവ് ഔട്ട്ഗ്രോൺ ദ പാർട്ട്ണർഷിപ്പ്. ഈ പങ്കാളിത്തത്തെ മറികടന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് അത്രയ്ക്ക് അങ്ങ് താല്പര്യമില്ലാതായി, എന്നെ വേണ്ടാതായി എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇതൊക്കെ ഒരൊറ്റ കാർഡാണ് പറഞ്ഞത്. എത്ര നേരം വായിച്ച എല്ലാ മെസ്സേജുകളും 8 കപ്പ് മാത്രം പറയുന്നതാണ്. അപ്പോൾ അത് മാറ്റി നിർത്തിയിട്ട് നമുക്ക് മറ്റൊന്നും പറയാൻ പറ്റില്ല. ആദ്യം തന്നെ ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. വാക്കിംഗ് എവേ ഫ്രം അൺഫുൾഫില്ലിംഗ് സിറ്റുവേഷൻ. തൃപ്തികരമല്ലാത്ത സാഹചര്യത്തിൽ നിന്നാണ് മാറി നടന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും ആർഗ്യം ഉണ്ടാവുക അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു അതൃപ്തി അയാളുടെ മനസ്സിൽ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങളെ വിട്ടു പോയിരിക്കുന്നത്. പിന്നെ ആക്ടിങ് മാത്രമായി. യു ഓർ യുവർ പാർട്ട്ണർ മേ ബി ഫിക്സേറ്റിംഗ് പാസ്റ്റ് ലോസസ്. നിങ്ങളോ നിങ്ങളുടെ പങ്കാളിയോ കഴിഞ്ഞ കാല നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുകയായിരിക്കാം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങളായിരിക്കാം. അവരിങ്ങനെ പെരുമാറുമ്പോൾ കഴിഞ്ഞ കാല നഷ്ടം എന്ന് പറഞ്ഞാൽ സന്തോഷമായിരിക്കാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. ഇപ്പോൾ ഇങ്ങനെയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതാവാം. അല്ലെങ്കിൽ അവരെ കഴിഞ്ഞ കാലത്തൊരു പ്രണയത്തിലായിരുന്നു എങ്കിൽ അവരെ ചിന്തിക്കുന്നതുമാവാം. റോങ് റാദർ ദാൻ അപ്രീഷിയേറ്റിംഗ് ദ പ്രസൻറ്റ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാതെ പഴയ തെറ്റുകളോ ദുഃഖങ്ങളോ നല്ലതോ ചീത്തയോ ആയ വശങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നാൽ അവരെ നമുക്ക് ഒരിക്കലും രക്ഷിക്കാൻ കഴിയില്ല. ഇറ്റ് ഈസ് എ വാർണിംഗ് എഗിൻസ്റ്റ് എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഇത് പ്രപഞ്ചത്തിൻ്റെ മുന്നറിയിപ്പാണ്. നിങ്ങളായാലും അവരായാലും പോയ കാലത്തിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത്. ഇപ്പം കിട്ടുന്ന സന്തോഷങ്ങൾ ആസ്വദിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങൾക്കാവാം അവർക്കാവാം എന്തൊക്കെ തകരാറുകളുണ്ട്. ഒരു
ലോസ്റ്റ് ലവ് ആയിരിക്കാം, അല്ലെങ്കിൽ പഴയ കാലത്ത് നന്നായി സ്നേഹിച്ച വ്യക്തി ഇപ്പം മാറിപ്പോയതായിരിക്കാം. 8 കപ്പിൻ്റെ മെസ്സേജുകൾ പറഞ്ഞു തീർന്നില്ല. ഫോളിങ് ഇൻ ടു എ ട്രാൻസ് ഓഫ് സാഡ്നെസ് ആൻഡ് മിസ്സിങ്. ദുഃഖത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും ഒരു മയക്കത്തിലേക്ക് വീഴുന്നു എന്നാണ് അവിടെ പറയുന്നത്. തളർന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എന്തിനാണ് ഈ ദുഃഖവും നഷ്ടവും ഓർത്തിരിക്കുന്നത്? ഇനിയിപ്പോൾ അയാൾ പോയി എന്ന് വയ്ക്കുക, നിങ്ങൾക്ക് ജീവിക്കണ്ടേ? മുന്നോട്ട് പോകണം. അപ്പോഴാണ് പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. ഒന്നങ്ങ് നഷ്ടമായി എന്ന് പറഞ്ഞ് ജീവിതം അങ്ങ് മുഴുവൻ പോയി എന്ന് പറഞ്ഞിരിക്കുന്നവരാണ് ഇത് കാണാനിരിക്കുന്നവരെല്ലാം. അവർക്ക് വേണ്ടി തന്നെയാണ് ഞാനിത് വായിച്ച് കേൾപ്പിക്കുന്നത്. ഞാൻ തന്നെ അങ്ങ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതിനെതിരെയാണ് പ്രപഞ്ചം വാണിംഗ് തരുന്നത്. ഒന്നും നമുക്ക് സ്വന്തമല്ല, അത് മനസ്സിലാക്കുക. ബംഗാളിന്ന് മാത്രമല്ല, നമ്മൾ തന്നെ നമുക്ക് സ്വന്തമാണോ? ഇന്നത്തെ രൂപമാണോ നാളെ? ചുക്കിച്ചുളിയില്ലേ തൊലിയൊക്കെ? ചിലത് വെളുത്തത് കറുക്കും, കറുത്തത് വെളുക്കും. എന്തൊക്കെ മാറ്റങ്ങളാണ് വരിക? അതൊക്കെ സ്വാഭാവികമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും ഈ പ്രപഞ്ചത്തിന് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പങ്കാളിയുടെ മനസ്സ് മാറിയതാണ് ഇങ്ങനെ ദുഃഖിക്കണോ? ഇതാണ് ഇവിടെ ചോദിക്കുന്നത്. ഗ്രീഫ്, റിഗ്രറ്റ് ആൻഡ് ഡ്വെല്ലിങ് എന്നാണ് ഇവിടെ പറയുന്നത്. ദുഃഖം, ഖേദം, താമസം. നിങ്ങളുടെ പങ്കാളി ഇന്ന് വരാമെന്ന് പറഞ്ഞാൽ ഇത്തിരി താമസം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആദ്യം ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല, ചിലപ്പോൾ നാളെ അയാൾക്ക് വരാൻ പറ്റും. അപ്പം നിങ്ങൾ ഈ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടച്ചതുകൊണ്ട് കാര്യമില്ല. എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്നേഹിക്കുന്നു എന്ന് വിചാരിച്ചതുകൊണ്ട് കാര്യമില്ല. അതിന് നിങ്ങളുടെ മനസ്സിനെ കബളിപ്പിക്കുന്നത് നിർത്താനാണ് പറയുന്നത്. തളർന്നിരിക്കുന്നത് നിർത്താനാണ് പറയുന്നത്. ഹാർമണി ആൻഡ് പാർട്ട്ണർഷിപ്പ് ഇൻ എ മോർ ചാലഞ്ചിങ് എന്നാണ് പറയുന്നത്. പുതിയ വെല്ലുവിളികളൊക്കെ ഉണ്ടാവും, പക്ഷേ നിങ്ങൾക്കൊരു അനുഗ്രഹമുള്ളത് കാരണം ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും, ഐക്യത്തിലേക്ക് വരും. ഈ വാക്കുകൾ തമ്മിൽ ബന്ധമില്ലാതെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഹാർമണിയാണ്, മോർ ചാലഞ്ചിങ്ങുമാണ്. പുതിയ പുതിയ വെല്ലുവിളികൾ വരുമെന്നാണ് പറഞ്ഞത്. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്ത് കൊടുങ്കാറ്റിൻ്റെയും സ്വർഗത്തിൻ്റെയും ദേവൻ എന്ന്. അപ്പോൾ കൊടുങ്കാറ്റ് ഉണ്ടാക്കുന്നത് ഒരു ദേവനാണ്, സ്വർഗം തരുന്നതും ഒരു ദേവനാണ്. അത് മനസ്സിലാക്കുക. ഒരു നാണയത്തിൻ്റെ ഇരുവശം പോലെയാണ് എല്ലാ മേഖലയിലും നമ്മൾ സന്തോഷവും സങ്കടവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹാർമണി തരുന്ന ആൾ തന്നെ ചാലഞ്ചിങ്ങും തരും, വെല്ലുവിളികളും തരും. എല്ലാം ഫേസ് ചെയ്താലാണ് നമുക്ക് നമ്മുടെ ആ നിധി സ്വന്തമാക്കാൻ പറ്റൂ. ഇത് ആൽക്കെമിയുടെ ഒരു ആൽഗുരിതാണ്, മനസ്സിലാക്കുക. ബ്രേക്ക് ഡൗൺ ഇൻ കമ്മ്യൂണിക്കേഷൻ ഓർ ഷാലോ കണക്ഷൻ. ഹാർമണി തന്ന കാർഡ് തന്നെയാണ് ഇതും പറയുന്നത്. ആശയവിനിമയത്തിൻ്റെ തകർച്ച. അപ്പോൾ ഇപ്പോൾ സംസാരിക്കുന്നില്ല. ഇനി ഷാലോ കണക്ഷൻ എന്ന് പറഞ്ഞാലോ, ഡീപ്പ് ലവ് അല്ല, ആഴമില്ലാത്ത ബന്ധം, ലുഡസ്, ഇതൊക്കെയാണ്. ഇതൊക്കെ ഒരു ഫ്ലട്ടിങ് മാത്രമുള്ള ബന്ധമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്ര ആഴത്തിലുള്ള ബന്ധമല്ല, ആശയവിനിമയം നടക്കുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഒരു കാർഡ് പറയുന്നത്. ഇതൊക്കെ പറയേണ്ടി വരുന്നത് ആദ്യത്തെ കാർഡ് നെഗറ്റീവ് ആയതുകൊണ്ടാണ്. ലോസ് ഓഫ് ബാലൻസ് ആണ് പറയുന്നത്. രണ്ടുപേരും തമ്മിൽ ബാലൻസിങ്ങേ ഇല്ല. ഇമോഷണൽ എക്സ്ചേഞ്ച് ഹാസ് സ്റ്റാൾഡ്. മാനസികമായിട്ട് ഇപ്പോൾ ഒരു സ്തംഭനാവസ്ഥയാണ്. വൈകാരിക കൈമാറ്റം സ്തംഭിച്ചു എന്ന് പറഞ്ഞാൽ ഇമോഷണലായിട്ട് കണക്ഷൻ ഇല്ലാതായി. ബാക്കിയെല്ലാം കാട്ടിക്കൂട്ടലുകളാണ്. വിളിക്കുന്നുണ്ടാവാം, ചിലപ്പോൾ ശാരീരിക ബന്ധം വരെ ഉണ്ടാവാം. അതെല്ലാം ബാഹ്യമാണ്. ആന്തരികമായി യാതൊരു അടുപ്പവും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഇവിടെ കാണിച്ചിരുന്നത്. പിന്നെ അപ്പുറം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. യു ആൻഡ് യുവർ പാർട്ട്ണർ ആർ നോട്ട് സീയിങ് ഐ ടു ഐ. നിങ്ങൾ തമ്മിലിപ്പോൾ കാണുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ വൈകാരികമായ ബന്ധമില്ല, നേരിട്ട് കാണുന്നില്ല. വല്ലതും ഇനി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സത്യസന്ധത ഇല്ല. ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. കാട്ടിക്കൂട്ടുകയാണ്. ഫീൽ ട്രാപ്ഡ് ബൈ എ റൂൾ ബുക്ക്. ഒരു നിയമപുസ്തകം അല്ലെങ്കിൽ ഒരു ചട്ടം, അതിൽ കുടുങ്ങിപ്പോയതുപോലെ തോന്നുക. എക്സ്റ്റേണൽ എക്സ്പെക്റ്റേഷനാണ്. ബാഹ്യമായ പ്രതീക്ഷകളേ ഉള്ളൂ. ഒരു ചട്ടത്തിലൂടെ അങ്ങനെ മുന്നോട്ട് പോകുന്നത് പോലെയാണ് നിങ്ങളുടെ പ്രണയം. ബാഹ്യമായ പ്രതീക്ഷകളേ ഉള്ളൂ. ചിലപ്പോൾ ശാരീരിക ബന്ധമുള്ള കാര്യം, ബാഹ്യമായൊരു മെസ്സേജൊക്കെ അയയ്ക്കുക, ബാഹ്യമായൊന്ന് വിളിക്കുക. ഇൻറ്റേണൽ ഇല്ല, ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത്. ബാഹ്യമായിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. കൾച്ചറൽ പ്രഷർ റാദർ ദാൻ ജെനുവിൻ ലവ് എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ സാമൂഹികമായ സമ്മർദ്ദങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. രണ്ടുപേരും രണ്ട് ജാതിയും മതമൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ യഥാർത്ഥ സ്നേഹത്തേക്കാൾ അതിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളും ഇവിടെ വന്നിട്ടുണ്ട്. അത് മറ്റൊരു കാർഡാണ് പറയുന്നത്. അപ്പോൾ എല്ലാ കാർഡിൻ്റെ അർത്ഥങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതും ഇവിടെ നിങ്ങളെ അകറ്റാനൊരു കാരണമായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹമായിരിക്കാം, സംസ്കാരം വേറെ വേറെ ആയതുകൊണ്ടായിരിക്കാം, രണ്ടുപേരും രണ്ട് ജാതി മതം ഒന്നുകൊണ്ട് യോജിക്കാത്തവരായിരിക്കാം. അങ്ങനെയാണെങ്കിൽ കുടുംബമോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ആണ് അതിന് കാരണം.
സെൻസ് ഓഫ് ട്രഡിഷൻ ഓർ ഒബ്ലിഗേഷൻ. ഇത് കാരണം അകന്നവരുണ്ട്. ഒന്നുകിൽ പാരമ്പര്യമായിരിക്കാം, അല്ലെങ്കിൽ കടമകൾ കൊണ്ടായിരിക്കാം, വീട്ടുകാരോടുള്ള ഉത്തരവാദിത്വം. അപ്പോൾ ഇത് പലതരം അകൽച്ചയാണ് പറയുന്നത്. എന്തായാലും ഒരു സ്മൂത്തായ പ്രണയമല്ല ഇവിടെ കണ്ടത്, കുറേ പ്രശ്നങ്ങളാണ് കണ്ടത്. അതുകൊണ്ടാണ് കൊടുങ്കാറ്റും സ്വർഗവും കൂടി ഇരിക്കുന്നത് കാണിച്ചു തന്നത്, പാതാളത്തിൻ്റെ ലോകം കാണിച്ചു തന്നത്. ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നാല് ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ പങ്കാളി തന്നെ എതിരാളിയായിരിക്കാം, സ്പൈ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഇയാൾ തന്നെ നിങ്ങളെ ലൂഡസ് പോലെ കളിയായി പ്രണയിക്കുന്നതാവാം. ഇൻറ്റേർണൽ ഇല്ല എന്ന് പറഞ്ഞതോടുകൂടി ചില ആളുകൾക്കൊക്കെ പങ്കാളി സ്നേഹിക്കുന്നു എന്ന തോന്നൽ മാത്രമേ ഉള്ളൂ. ഇത് ശരിയായ വഴിയാണെന്ന് തോന്നി പുറകെ പോകുന്നത് തെറ്റാണെന്ന് ഇവിടെ വാണിംഗ് തന്നിട്ടുണ്ട്. നിങ്ങളോട് ഉള്ളുകൊണ്ട് അവർക്ക് സ്നേഹമില്ല, കാട്ടിക്കൂട്ടുകയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഡെഡിക്കേഷൻ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇത്തിരി സമയം പോകാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റ് ടെൻഷനുകൾ കുറയ്ക്കാൻ വേണ്ടി ബന്ധത്തിൽ ഏർപ്പെടുന്നവരുണ്ട്. അത് ഫിസിക്കൽ ബന്ധമല്ല ഞാൻ പറയുന്നത്. മെസ്സേജൊക്കെ അയച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലർട്ട് ചെയ്യുന്നവരുണ്ട്. അതുപോലെ കണ്ടാൽ മതി. അല്ലെങ്കിൽ വീട്ടുകാരെതിരാളികളാണ്, പങ്കാളി എതിരാളിയാണ്, സമൂഹം എതിരാളികളാണ്, പാരമ്പര്യം വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ എതിരാളികൾ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അത്തരക്കാർ സ്നേഹിക്കുന്നുണ്ടാവാം, സാഹചര്യം കൊണ്ടായിരിക്കാം. പാടില്ലാത്ത പലരുമാണ് ഇവിടെ നിൽക്കുന്നത്. പ്ലാനറ്റുകൾ അല്ലെങ്കിൽ രാശികളൊക്കെ നമ്മൾ എല്ലാ ദിവസവും പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. പക്ഷേ ഇങ്ങനെ മെസ്സേജ് വായിച്ചു തന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാനങ്ങ് പറയുകയാണ്, 8 കപ്പ് കണ്ടതോടുകൂടി നിങ്ങളുടെ പ്രണയത്തിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അയാൾക്ക് മാനസികമായിട്ട് പ്രണയമില്ല, വൈകാരികമായി പിൻവലിച്ചു എന്നൊക്കെയാണ് ഇവിടെ മെസ്സേജ് തന്നിരിക്കുന്നത്. അതിൻ്റെയൊക്കെ വാക്കുകൾ വേറെയാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കൂടുക. നിങ്ങളെ ഡീപ്പായിട്ട് പ്രണയിക്കുന്ന ഒരാളോ ആത്മാർത്ഥമായി പ്രണയിക്കുന്ന ഒരാളോ അല്ല, ബാഹ്യമായി കാട്ടിക്കൂട്ടുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുമായി ശാരീരിക ബന്ധത്തിൽ വരെ ഏർപ്പെടുന്നുണ്ടാവാം. പക്ഷെ അതൊന്നും പ്രണയമല്ല, സത്യസന്ധമായിട്ടല്ല നിങ്ങളെ അവർ കാണുന്നത്. നിങ്ങൾ ഇതിൽ നിന്ന് മാറിപ്പോവാൻ കഴിയുകയാണെങ്കിൽ അതിനിത്തിരി ധൈര്യം സംഭരിക്കൂ എന്നാണ് ആദ്യം മുതലുള്ള എല്ലാ മെസ്സേജുകളും പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഇവിടെ എസ് എന്ന 2 കാർഡ് വന്നിട്ടുണ്ട്. ലവ് കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. മുജ്ജന്മ ബന്ധമുള്ള സോൾമേറ്റുകൾ 2 കാർഡിൽ എറോസും സൈക്കും നിൽക്കുന്നുണ്ട്. ഇനി 5 മൂലകങ്ങൾ കൊണ്ടാണ് 5 വിരലുകൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ എല്ലാ പ്രതിബന്ധങ്ങളും നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. 5 തരം ഭാവങ്ങളിലാണ് നിൽക്കുന്നത്. അത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നതിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങളുടെ ശാരീരിക ക്ഷമതകളെക്കുറിച്ചും ഈ 5 വിരലുകൾ പറയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സെന്തായിരിക്കും, നിങ്ങളുടെ ശരീരത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും, നിങ്ങളുടെ ചിന്തകൾ എന്തായിരിക്കും, നിങ്ങളുടെ ഇൻറ്റേർണൽ പവർ എന്തായിരിക്കും, അല്ലെങ്കിൽ ലവ് എന്തായിരിക്കും, എല്ലാം ഇവിടെ ഈ 5 വിരലുകൾ പറഞ്ഞു കഴിഞ്ഞു. അതിനെ അനുബന്ധിച്ച് മറ്റ് കാർഡുകളും കൂടി യോജിപ്പിച്ചാണ് ഞാൻ ഇത്ര നേരം ഈ മെസ്സേജുകളെല്ലാം തന്നത്. അതിലൊരു കാർഡല്ല ഉൾപ്പെട്ടിട്ടുള്ളൂ, പല കാർഡുകളും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത്, നഷ്ടം, ഖേദം, വിരഹം. 5 കപ്പ് പറഞ്ഞു. നിങ്ങൾ അകന്നു പോവാൻ ഇത്തിരി ധൈര്യം കാണിക്കൂ. 8 ഓഫ് കപ്പ് പറഞ്ഞു. ഇനി ഇരട്ടമുഖം കാണിക്കുന്ന, കള്ളത്തരമുള്ള, ബാഹ്യമായി മാത്രം കാണിച്ചു കൂട്ടുന്ന ടോറസ് ഇവിടെ നിൽക്കുന്നുണ്ട്. അതാണ് ഹെരഫൻ്റ് പറയുന്നത്. പ്രേതങ്ങളുടെ ആരാധന നടത്തുന്ന ഒരു പുരോഹിതൻ, അല്ലെങ്കിൽ സാത്താനെ ആരാധിക്കുന്ന ഒരു പുരോഹിതൻ. അതാണ് നമുക്ക് ഇവിടെ ഇന്ന് പറയാൻ പറ്റൂ. മറ്റ് ചില കാർഡുകൾ വരുമ്പോൾ നമുക്ക് വേറെ മെസ്സേജുകൾ പറയാം. ഒരേ കാർഡിന് ഒരേ അർത്ഥമല്ല വരിക. പല പ്ലാനറ്റുകൾ, രാശികൾ വരുമ്പോൾ പല അർത്ഥങ്ങളാണ് വരിക. ഇനി ലവ് കാർഡ് വന്നിട്ടുണ്ട്. അതുപോലെ ലവ് ചെയ്യുന്ന ചില ആളുകളുണ്ട്, മുജന്മ ബന്ധമാണ്. ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയവരുണ്ട്. 2 കപ്പ് വന്നിട്ടുണ്ട്. അത്ര ആത്മാർത്ഥത ഇല്ലാത്ത പ്രണയമാണെന്നാണ് ഇന്ന് പറയുന്നത്. ഇനി പേജ് ഓഫ് പെൻഡക്കൽ വന്നിട്ടുണ്ട്. അത് ലവ് കാർഡിൻ്റെ കൂടെ വായിക്കുകയാണെങ്കിൽ സ്വപ്ന സാക്ഷാത്കാരമാണ്. ഇന്നൊരു മെസ്സേജ് വരുമെന്നാണ് പറയുന്നത്. സ്ട്രെങ്ത്ത് വന്നിട്ടുണ്ട്. മെരുക്കാൻ കഴിയാത്ത, ഇവിടെ ട്രഡീഷണലാണ് പറയുന്നത്, പാരമ്പര്യം. ഇനി വന്നിരിക്കുന്നു ഏസ് ഓഫ് കപ്പ്. ഏസ് ഓഫ് കപ്പും പേജ് ഓഫ് പെൻഡക്കളും പറയുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാവുന്നു. ഒരു പക്ഷേ അവർ കള്ളത്തരം കാണിച്ച് അവസാനം നിങ്ങളെ യഥാർത്ഥത്തിൽ പ്രണയിക്കാൻ തുടങ്ങുമെന്നായിരിക്കാം ആദ്യം ഇത്രയും മെസ്സേജ് പറഞ്ഞവരോട് പറയുന്നുണ്ടാവുക. അല്ലെങ്കിൽ ലവ് കാർഡ് 2 എസ് എന്ന കാർഡ് വന്നതുകൊണ്ട് നിങ്ങൾക്കുള്ള മെസ്സേജ് ആയിരിക്കാം, എല്ലാ കാര്യങ്ങളും നടക്കാൻ പോകുന്നു, സ്വപ്ന സാക്ഷാത്കാരമാണ്. ഇനി പുതിയ പ്രണയം വരാനുള്ള സാധ്യതയും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളോട് സൂചിപ്പിക്കുന്ന പേജ് ഓഫ് പെൻഡക്കൾ, നിങ്ങൾ വളരെയധികം സെൻസിറ്റീവാണ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാം ആ വ്യക്തി നിങ്ങളോട് കള്ളത്തരാണ് കാണിക്കുന്നതെന്ന്. പക്ഷേ അത് അംഗീകരിക്കാൻ നിങ്ങൾക്ക് പേടിയാണ്. ഈ പേടി കാരണമാണ് നിങ്ങൾ തളർന്ന് തകർന്ന് തരിപ്പണാവും, പിന്നെ ഇല്ല എന്നുള്ള ബോധം ഉള്ളത് കാരണമാണ് അവർ ശരിയല്ല എന്ന് മനസ്സിലായിട്ടും, അവരിത്തിരി ഫ്രോഡാണെന്ന് മനസ്സിലായിട്ടും, ഫേക്കാണെന്ന് മനസ്സിലായിട്ടും അവർക്ക് വേണ്ടി നിങ്ങൾ ഈ ടാരോ റീഡിങ് കാണുന്നത്. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല.
നിങ്ങൾക്കറിയാം ആ വ്യക്തി വരില്ല എന്നും അല്ലെങ്കിൽ കള്ളത്തരം കാണിക്കുന്ന ആളാണെന്നും നിങ്ങളെ സാമ്പത്തികമായും ശാരീരികമായി ഉപയോഗിക്കാൻ വേണ്ടി കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണെന്നും യഥാർത്ഥത്തിൽ അയാളുടെ ഉള്ളിൽ നിങ്ങളില്ല എന്നും ഒക്കെ അറിഞ്ഞിട്ടും നിങ്ങൾ കപടമായ മുഖം വെച്ചു കൊടുത്തിരിക്കുന്നത് ഇവിടെ ഹെരഫൻറ്റ് പറയുന്നു ഒരു മാസ്കാണെന്ന്. അത് നിങ്ങൾ തന്നെ വെച്ചു കൊടുത്തൊരു മുഖമാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിട്ട് എന്തിനാ അങ്ങനെ കള്ളത്തരം കാണിക്കുന്നത് എന്നാണ് പ്രപഞ്ചം നിങ്ങളോട് ചോദിക്കുന്നത്. പ്രപഞ്ചത്തിനറിയാം നിങ്ങളീ കാണിക്കുന്ന തരികട പേടിച്ചിട്ടാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചത്. നിങ്ങൾ ധൈര്യം സംഭരിക്കൂ, വേണ്ടെന്ന് വയ്ക്കാനുള്ള ധൈര്യം സംഭരിക്കൂ, ഇറങ്ങിപ്പോവാനുള്ള ധൈര്യം സംഭരിക്കൂ എന്നാണല്ലോ ആദ്യം മുതലേ ഞാൻ പറയുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് ബന്ധത്തിൽ നിന്ന് മാറിപ്പോകുന്നതാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത് എന്ന് പറഞ്ഞു. ചില ആളുകൾ ഡീപ്പ് ലവാണ്. അതാണ് ലവ് കാർഡ് 2 പേജ് പെൻഡക്കളും ഏസ് ഓഫ് കപ്പും 2 കപ്പും ഒക്കെ പാടെ പറഞ്ഞത്. ഇനി എറോസും സൈക്കും വന്നിട്ടുണ്ട്. 2 വിഭാഗത്തിന് വേണ്ടി നെഗറ്റീവ് പോസിറ്റീവ് മെസ്സേജുകൾ ഞാൻ പറഞ്ഞു. യാമ്യം എന്ന നക്ഷത്രത്തിൻ്റെ ഓവറോൾ എനർജി വന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു റീഡിങ് നിങ്ങൾക്ക് തരേണ്ടി വന്നത്. അതിൽ ഒരുപാട് നെഗറ്റീവ് ഉണ്ട്. നിങ്ങളെ മനസ്സിലാക്കി തരണം എന്നാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ള എനർജി. ഞാൻ അതുപോലെയല്ലേ പറയാൻ പാടുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ആളുകളാണ് ഒരുപാട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ടാരോ റീഡിങ് കാണേണ്ടി വരില്ല. ഞാനെന്താ കാണാത്തത്? എനിക്ക് എൻ്റെ പങ്കാളിയെക്കുറിച്ച് അറിയാം. എനിക്ക് എന്നിലും അയാളിലും വിശ്വാസമുള്ളത് കൊണ്ടാണ്. എന്നെ ചതിക്കില്ല എന്നുള്ള വിശ്വാസമുണ്ട്. എന്നെയും എനിക്ക് വിശ്വാസമുണ്ട്. ഈ 2 വിശ്വാസം നഷ്ടപ്പെട്ടവരാണ് ടാരോ റീഡിങ് കാണുന്നത്. അപ്പോൾ ഒരുപാട് പേരാണ് ഇതിലിങ്ങനെ എല്ലാവരും പറയും നിങ്ങളുടെ പങ്കാളി നിങ്ങളെ ആലോചിച്ചിരിക്കുന്നു, സന്തോഷമാണെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ നടക്കുന്നത് സങ്കടമാണ്. അയാൾ വേറൊരാളുടെ അടുത്ത് സുഖമായി കഴിയുന്നുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ അയാളിൽ നിന്നും പോകും. ഇങ്ങനെ പറന്ന് നടന്ന് തേൻ കുടിക്കുന്ന ഒരു പൂമ്പാറ്റയായിട്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. അയാൾ ലുഡസായിട്ടുള്ള പ്രണയമാണ്. എന്നാൽ ആത്മാർത്ഥ പ്രണയമുള്ള മുജന്മബന്ധമുള്ള ആളുകളെയും കണ്ടു. 2 വിഭാഗക്കാരും അവനവൻ്റെ മെസ്സേജുകൾ എടുത്തോളുക. കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ അതിൻ്റേതായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. വാട്സപ്പിൽ വന്നാൽ മതി. അവിടെ ഒരു പേയ്മെൻ്റ് ഉണ്ട്. ആദ്യം ഡീറ്റെയിൽ തരുന്നു. പേയ്മെൻറ്റ് അടച്ച ശേഷം മാത്രം നിങ്ങളോട് കാര്യങ്ങൾ ചോദിക്കുന്നു. 1.5 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ റീഡിങ് തരുന്നു. പരിഹാരം കൂടി ചെയ്ത് തരുന്നുണ്ട്. നിസ്സാരമായൊരു തുകയെ ഞാൻ വാങ്ങിക്കുന്നുള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ 10,000 20,000 ഒക്കെ ചോദിക്കാം. കാരണം അത്ര വൃത്തിയായിട്ടാണ് ഞാനിവിടെ ആ പൂജ ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എല്ലാറ്റിനും ഒരു സത്യം വേണം. ആ സത്യത്തിലൂടെയാണ് ഞാൻ എൻ്റെ റീഡിങ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നാളെ ഞാൻ ചാർജ് കൂട്ടില്ല എന്നൊന്നും പറയുന്നില്ല. ഇപ്പം ഞാൻ കൂട്ടിയിട്ടില്ല, അതാണ് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോയാലോ. വെനസ്വേല സ്വപ്ന നഗരാണ്. എന്തെല്ലാം വാരിക്കൂട്ടി വെച്ചിട്ടുണ്ടാവും അവർ. സമ്പത്ത് ഒരു നിമിഷം, ഒരു സെക്കൻഡോടാണ് തകർന്നടിഞ്ഞത്. അത്രേ ഉള്ളൂ ജീവിതം. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നവരെ കൊള്ളയടിക്കാത്തത്. ടാരോ റീഡർമാരൊക്കെ കൊള്ളയടിക്കുക ചെയ്യുന്നത്. 3500 4000 ഇതൊക്കെയാണ് റീഡിങ് ചാർജ്. ഇനി ഇവിടെ ഹോപ്പാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെയാണ് അവർ പറഞ്ഞിരുന്നത്. റീകൺസിലേഷൻ വന്നിട്ടുണ്ട്. അതാണ് എൻ്റെ സമാധാനം. വൃത്തിയായിട്ട് പറഞ്ഞിരുന്നുണ്ട്. സെപ്പറേഷൻ വന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഇത്ര നേരവും പറഞ്ഞത്, സെപ്പറേഷൻ്റെ കാര്യം. ഇനി നമുക്ക് ഹെൽത്ത് കരിയർ നോക്കാം. ഇവിടെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്ന ഗർഭാശയ അണ്ഡാശയ സ്തന ഫൈബ്രോയിഡുകൾ. സ്ത്രീകളിലെ അമിത ആർത്തവമാണ്. കാരണം മീനത്തിൽ നിൽക്കുന്നത് അങ്കാരകനാണ്. അംഗങ്ങളെ ഇങ്ങനെ ക്ഷീണിപ്പിക്കുന്ന ആളാണ്. അമിത രക്തസ്രാവം ഉണ്ടാവും ഈ ആൾ വന്നു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഒരു മുറിവായാലും രക്തം നിൽക്കുകയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് സ്ത്രീകളിലെ അമിത ആർത്തവെന്ന്. അങ്ങനെ ഓരോന്നിനും ഓരോ കണക്കുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, അല്ലാതെ വല്ലതും വിളിച്ച് പറയുകയല്ല. ഇനി അങ്കാരകൻ്റെ കൂടെ സർപ്പി വന്ന അതിനൊക്കെ വേറെ പേരുകളുണ്ട്. അതൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പി അടിക്കും. ഒട്ടും തന്നെ ബ്ലഡ് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ശരീരത്തിന് ഭയങ്കര ക്ഷീണമായിരിക്കും, ബ്ലഡ് ഉണ്ടാവില്ല. എന്ത് കഴിച്ചാലും നിങ്ങളുടെ ദേഹത്ത് പിടിക്കില്ല, തടിക്കില്ല, അതിനെ മെലിഞ്ഞുകൊണ്ടിരിക്കും. അത് ഈ 2 പേരും കൂടി ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ്. അതിന് പരിഹാരമൊക്കെ ഉണ്ട്, പറഞ്ഞു കൊടുക്കാൻ അറിയാം. അപ്പോൾ വേണമെങ്കിൽ സമീപിക്കുക. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നോക്കിയാൽ മാത്രമേ എനിക്ക് പരിഹാരം പറഞ്ഞു തരാൻ പറ്റൂ. ഇനി നമുക്ക് ജോലി നോക്കിയാലോ. ജോലി കര, നാവിക, അഗ്നി, വായു സേനകൾ വന്നിട്ടുണ്ട്. പുതിയ ജോലി എന്തും വന്നിട്ടുണ്ട്. അധ്യാപകർ വന്നിട്ടുണ്ട്. ജിം ട്രെയിനർമാർ വന്നിട്ടുണ്ട്. അനിമൽ ട്രെയിനർമാർ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ജോലി. പൊതുവായ കാര്യങ്ങൾ വിവാഹനിശ്ചയം, വിവാഹം പറയുന്നുണ്ട്. വെള്ളത്തിലെ അപകടം പറയുന്നുണ്ട്. അമിത ആർത്തവം ഞാൻ പറഞ്ഞില്ലേ, അത് ശ്രദ്ധിക്കുക. ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഡോക്ടറെ കാണുക. ഇനി ഒരു ചെറിയ അപകടം, ആക്സിഡൻറ്റ് പറയുന്നുണ്ട്. എന്നാൽ സന്തോഷ വാർത്ത, പുതിയ പ്രണയം, ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാലാഖയുടെ മെസ്സേജിലേക്ക് പോവാം. എന്താ പറയുന്നത് നോക്കട്ടെ. സോൾമേറ്റാണ്. അത് തന്നെയാണ് ലവ് കാർഡ് പറഞ്ഞത്. അട്രാക്ഷനുണ്ട്.
കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ്. തുറന്ന് സംസാരിക്കുക, മനസ്സ് തുറന്ന് കാണിക്കുക. ഡിസെപ്ഷനാണ്, വഞ്ചന. അതാണ് 8 കപ്പ് ഇന്ന് മുതൽ ഞാനിങ്ങ് പറഞ്ഞു വന്നത്. ഇന്ന് വഞ്ചനയുടെ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വർഗത്തിൻ്റെയും കൊടുങ്കാറ്റിൻ്റെയും ദേവനാണ് വന്നിരിക്കുന്നത്. ഈ ദേവൻ്റെ മനസ്സ് എപ്പോഴാണ് മാറുകയെന്നറിയില്ല. ചില സമയത്ത് കൊടുങ്കാറ്റ് അഴിച്ചു വിടും, ചില സമയത്ത് നമുക്ക് സ്വർഗം തരും. അപ്പോൾ ഇത് ഏത് വേണമെങ്കിൽ നമുക്ക് കിട്ടാം. ഇനി അണ്ടർവേൾഡ് എന്ന് പറഞ്ഞാൽ മറക്കപ്പെട്ട സത്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. പാതാളം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ പ്രണയത്തിലുണ്ട്, അതും നെഗറ്റീവ്. അല്ലാതെ പോസിറ്റീവായ കോഡല്ല വന്നിരിക്കുന്നത്, ഡാർക്ക് കോഡാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് യാമ്യം എന്ന നക്ഷത്രത്തിൻ്റെ എനർജി കൂടുതൽ ഇവിടെ വരാൻ കാരണം. ഇനി നമുക്ക് അവസാനത്തെ കാർഡ് എടുക്കാം. ഇതൊക്കെ വല്ലതും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും അല്ലേ. സുഹൃത്ത് മാത്രമാണ് എന്ന് പറയുന്നത്, തേർഡ് പാർട്ടിൻ്റെ എന്ന് പറയുന്നത്. ഒരു ദിവസം ഇതിൻ്റെ നെഗറ്റീവ് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ കാർഡുകളുടെ നെഗറ്റീവ് വരുമ്പോൾ അതല്ലേ പറയാൻ പറ്റൂ. അപ്പോൾ ഒരാൾ താഴെ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, മറ്റുള്ളവരെങ്ങനെ നെഗറ്റീവ് പറഞ്ഞ് സങ്കടപ്പെടുത്താൻ വലിയ ഇഷ്ടമാണല്ലേ എന്ന്. എനിക്ക് എന്താണ്, നിങ്ങൾ സങ്കടപ്പെട്ട എന്താണ്, സന്തോഷിച്ച എന്താണ്? എന്നാൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് റീഡിങ് നിങ്ങൾ കേൾക്കുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് സന്തോഷം വന്നോ? അതുകൊണ്ടല്ലേ ഇതാണ് ഇവിടെ കാണുന്നത്, ഈ എനർജിയാണ് വന്നിരിക്കുന്നത്, ഇതാണ് നിങ്ങളുടെ പങ്കാളിയുടെ മനസ്സ് എന്ന് ഞാൻ ഓപ്പണായിട്ട് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരിക്കലും ഇവിടെ കിട്ടുന്ന എനർജിയുടെ വിപരീതം പറയുന്നില്ല. ഒരു പക്ഷേ ഈ പറയുന്നവർക്ക് അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാവാഞ്ഞിട്ടാവും. ഏത് കാർഡ് കിട്ടിയാലും നിങ്ങളുടെ പങ്കാളി നിങ്ങളെ ഓർത്തിരിക്കുകയാണ്, ഇന്ന് വിളിക്കും, അല്ലെങ്കിൽ അത്രയ്ക്കും ഇഷ്ടമാണെന്ന്. ഒരു റീഡറാണ് ഇത് ഈ റിപ്പീറ്റായി പറഞ്ഞുകൊണ്ടിരിക്കുക, അത്രയ്ക്കും അവർക്ക് അത്രയ്ക്കും കിട്ടുന്നുണ്ടാവും. അതാണ് ഇങ്ങനെ അത്രയ്ക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ കബളിപ്പിക്കണമെന്ന് ഒട്ടും തന്നെ എനിക്ക് ഉദ്ദേശമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സത്യസന്ധമായ റീഡിങ് തരുന്നത്. ഇതായിരിക്കാം നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്കിങ്ങനെ റീഡിങ് കാണേണ്ടി വരുന്നത്. നിങ്ങളുടെ പങ്കാളി നല്ലതാണെങ്കിൽ ഒരിക്കൽ പോലും നിങ്ങൾക്കിത് കാണേണ്ട ആവശ്യം വരില്ല. നിങ്ങളിങ്ങനെ തകർന്ന് തരിപ്പണായി നേരത്തെ ഞാൻ പറഞ്ഞ ആളുടെ പോലെ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാതെ അതിലേക്ക് നോക്കി ഇങ്ങനെ സങ്കടമാണ്, അറിയാം എന്നെ സ്നേഹിക്കുന്നില്ല എന്നറിയാം, എനിക്ക് സങ്കടമാണെന്നറിയാം, എന്നാലും ഞാനിങ്ങനെ കാത്തിരിക്കുകയാണെന്നും പറഞ്ഞാണ് നിങ്ങളിത് കാണുന്നത്. പക്ഷേ ചില സത്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയൂ എന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ചില സമയത്തൊക്കെ ശ്രീനിവാസൻ സംസാരിച്ചിരുന്ന പോലെ ഒരു അവസ്ഥ എനിക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ മൈഗ്രെയിനൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഇത്തിരി അക്ഷരസ്ഫുടത കുറവായി വരുന്നുണ്ട്. എനിക്ക് നന്നായി സ്ഫുടമായി സംസാരിക്കണം എന്നുണ്ട്, ഒരു തളർച്ച പോലെ തോന്നുന്നുണ്ട്. ന്യൂറോ പ്രശ്നമായിരിക്കാനാണ് സാധ്യത. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ കേട്ടോ. എൻ്റെ ഹെൽത്ത് ഇഷ്യൂ ഞാൻ പറയുകയാണ്. അപ്പോൾ ചെറിയ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളുക. എനിക്ക് ഉറപ്പിച്ച് പറയേണ്ടതൊക്കെ ചിലപ്പോൾ സ്ലിപ്പായി പോകുന്ന പോലെ തോന്നുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കോളുക. ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. എൻ്റെ ഹെൽത്ത് ഇഷ്യൂ നിങ്ങളോട് പറയണമല്ലോ. അപ്പോൾ പ്രായമായിട്ടല്ല, ശ്രീനിവാസനെ എന്നൊക്കെ പറഞ്ഞാൽ പ്രായമായിട്ടായിരിക്കണം അങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത്. എനിക്കെന്താ പ്രശ്നം എന്നറിയില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര സ്ഫുടമായി സംസാരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് തരണമെങ്കിൽ എനിക്ക് സംസാരശേഷി വേണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് സീരിയസ് ആയിട്ടൊന്നല്ല ഞാൻ പറഞ്ഞേട്ടോ. ചില വാക്കുകൾ പറയുമ്പോൾ സ്ലിപ്പായി പോകുന്നുണ്ട്, നാക്കിനൊരു ഘനം വരിക, അതാ പറഞ്ഞത്. അത് വാദസംബന്ധമായ എന്തൊരു പ്രശ്നവും ന്യൂറോ സംബന്ധമായ എന്തൊരു പ്രശ്നമാണ്. ഇന്നത്തെ ഈ ചെറിയ റീഡിങ്ങും തല്ലുപിടിയും അല്ലെങ്കിൽ നെഗറ്റീവ് പറയലും ഒക്കെ നിർത്താൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്താ തോന്നുന്നതെന്ന് എനിക്കറിയില്ല. കമൻറ്റ് പോലും ഓഫാക്കിയത് കാരണം ഒന്നും അറിയില്ല. നിങ്ങളുടെ റീഡിങ് വേണമെങ്കിൽ എന്നെ സമീപിക്കുക.